ഒരു അക്ബർ സാഹിബ്. അപ്പം ഇന്ന് എനിക്കൊരു അതിഥി ഉണ്ട്. ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇങ്ങനെ പെറുക്കി നടക്കുന്ന ഒരു അച്ഛൻ കാരണം വരും. അപ്പോൾ ഏതായാലും ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ചായ കുടിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം മൂപ്പരുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും, നിങ്ങൾക്ക് അറിയണമല്ലോ. வீட்டில் யாரெல்லாம் இருக்கு? வீட்டில் ஒரு பையன் ஒரு பொண்ணு. பையன் என்ன பண்ணுறான்? பையன் ஆட்டோ ஓட்டிக்கிட்டு இருக்கான். பொண்ணு பொண்ணு விருதுநகரில் கட்டி கொடுத்தாச்சா? நல்லா இருக்கிறாளா? ஓ பரவாயில்ல. பொண்டாட்டி இருக்கா? அங்கிருந்து அங்கே பாவம். இல்லையா? என்னாச்சு? அக்கா இறந்து போச்சா? அப்போ மக்கா ஒன்றும் பார்க்கறது இல்லையா பையன் உங்களை? பாப்பா நம்ம போய் அவங்களுக்கு இடைஞ்சல் பண்ணணும். அந்த பாயிண்ட் இன்னொரு வாட்டி சொல்லுங்க. கேரளம் முழுவதும் கேட்கட்டது சொல்லுங்க. ஏன் நீங்க எப்படி நடக்கிறீங்க? அவங்களுக்கு തൊല്ല കൊടുക്കக்கூടാതെ. നിങ്ങൾ കേട്ടോ, മക്കള് ഒരു മകനേ ഉള്ളൂ. അവൻ എന്തിനു ഞാൻ ശല്യം ചെയ്യണം? അവൻ്റെ ജീവിതമല്ലേ, അവൻ ജീവിക്കട്ടെ. അവൻ എന്നെ നോക്കാതെയല്ല. പക്ഷെ എന്തിനാണ്? എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ, ഞാൻ ഇതൊക്കെ പെറുക്കി വിറ്റ് ജീവിക്കും. എന്താ സന്ദേശം എൻ്റെ സുഹൃത്തുക്കളെ? ഇന്ന് നമുക്ക് ലഭിച്ച ഈ ഒരു മെസ്സേജ് ഉണ്ടല്ലോ ഈ മനുഷ്യൻ്റെ ഇന്ന്. വാവ്, ലവ് യു. ഞാൻ സ്നേഹിക്കുകയാണ്. റെസ്പെക്റ്റ് തോന്നാണ് ചില മനുഷ്യരെ. അവര് തെരുവിൻ്റെ സന്തതികളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അല്ലേ? പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ വയസ്സ് എവ്വളോന്ന് ഒരു ഐഡിയ ഇരിക്കാ? 1969 ഒന്നാം ക്ലാസ് പഠിക്കും. 1969 ഒന്നാം ക്ലാസ്. അപ്പോൾ 69 ஒன்றாம் கிளாஸ் கரெக்டா? ஆமாம். 69 ஒன்றாம் கிளாஸ்ன்னு சொல்லும்போது உங்களுக்கு ஒன்றாம் கிளாஸ்னா என்ன ஒரு 5 வயசு இருக்கும். ஆமாம். அப்போது 64 பிறந்திருப்பீங்க இல்லையா? நானும் நீங்களும் 3 வயசுக்கு தான் டிஃப்ரென்ஸு. ഞങ്ങൾ രണ്ടാളും 3 വയസ്സിൻ്റെ ഡിഫറൻസാണ്. കോയിൽപ്പട്ടിക്കാരനാണ്, തമിഴ്നാട്ടിലെ കോയിൽപ്പട്ടി. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക്? അപ്പോൾ പറഞ്ഞു ഭാര്യയില്ല, പിന്നെ മകൻ ജീവിക്കുന്നുണ്ട്, മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്തിനാണ് അവരെ ശല്യം ചെയ്യണത്? അവർക്ക് അവരുടേതായ ജീവിതം. യെസ്, വെരി ഗുഡ്. എൻ്റെ ഇന്നത്തെ അതിഥി വളരെ അമൂല്യമായ ഒരു മെസ്സേജാണ്. മക്കളുടെ തണലിൽ തന്നെ ജീവിക്കണം എന്ന് വാശി പിടിക്കുന്ന നമ്മുടെ ഒരു പാരമ്പര്യ സങ്കല്പം ഉണ്ടല്ലോ, അത് ഒക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ പരമാവധി അവരെ ശല്യം ചെയ്യാതിരിക്കുക, അവർക്ക് നമ്മളൊരു ഭാരമാവാതിരിക്കുക എന്നൊരു മൈൻഡ് സെറ്റിങ് നല്ലതാട്ടോ നമുക്കൊക്കെ. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ അതിഥി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. പരമാവധി നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ സ്വാശ്രയത്വം ശീലിക്കുക. അത് നമ്മുടെ വാർദ്ധക്യത്തിൽ ഉപകരിക്കും. എന്തായാലും നമ്മളൊക്കെ ഇവിടെ നിന്ന് മരിച്ചു പോകും. നമ്മൾ കാലാകാലം ജീവിക്കാനൊന്നും പോകുന്നില്ല. പേര് சொல்லுங்க. என் பேர் அந்தோணிராஜ். அந்தோணிராஜ். ஓ வெரி குட். கோயிலுக்கெல்லாம் போவீங்களா? சர்ச்சுக்கு போவீங்களா? எந்த சர்ச்சுக்கு போவீங்க? மெனச்செடுத்து போவேன். எந்த சர்ச் பார்த்தாலும் போவீங்க. ஆண்டவன் மேலே നம்பிക്കை இருக்கா? മനഃപൂർവ്വം ഇருக்கு. 100% ദൈവവിശ്വാസിയാണെന്നാണ് പറയുന്നത്. അയാളുടെ വിശ്വാസം, അങ്ങേരുടെ വിശ്വാസം അങ്ങേരെ രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവർ, സ്നേഹക്കൂട്. നമുക്ക് ചുറ്റും ഇതുപോലെ ഒരുപാട് മനുഷ്യരുണ്ട്. അവരിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾ ആരെയും ചെറുതായിട്ട് കാണരുത്. കാരണം വളരെ ആഴത്തിലുള്ള ഫിലോസഫിക്കാണ് ചിലരിൽ നിന്ന് കിട്ടുക. അയാൾ പറഞ്ഞത് കണ്ടോ, നമ്മുടെ അന്തോണി രാജ് നമ്മളോട് പറഞ്ഞത് കണ്ടോ. പുള്ളിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 63 വയസ്സാണ്. അന്തോണി രാജ് പറഞ്ഞത്, എന്തിന് അവരെ ശല്യം ചെയ്യണം? അവർ നോക്കും. എന്തിന് ശല്യം? എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, പിന്നെ എൻ്റെ ഭാര്യ അവിടെ ഇല്ല, മരിച്ചു. അപ്പം ഞാനിങ്ങനെ നടക്കുന്നു. உங்களுக்கு ஏதாவது கவலை இருக்கா? என்ன கவலையா எனக்கு? சொல்லுங்க. வீட்டில் இல்லையான்னு ஒரு கவலை தான், அவ்வளோதான். ഭാര്യയില്ല എന്നൊരു ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. അന്തോണി രാജിൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അത് നെഞ്ചിലേക്ക് ഇങ്ങോട്ട് എടുക്കുക നിങ്ങൾ, ഹൃദയത്തിലേക്ക്.